നമ്മൾ നോർമലി റെയിനി സീസണിലൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഇൻഡിക്കേറ്റേഴ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിപ്പോൾ ഞാൻ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റിലേക്ക് ഇടുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് റെയിനി സീസണിൽ വാട്ടർ ഡാമേജ് കൊണ്ട് ഇതിൻ്റെ സ്വിച്ചിന് വരുന്ന കംപ്ലൈൻ്റ് ആണ്. സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ ഈ സ്വിച്ചിൻ്റെ സെറ്റ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വലിയ കോസ്റ്റ് എഫക്റ്റീവ് അല്ലാതെ എങ്ങനെ റെഡിയാക്കാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ സ്വിച്ച് സെറ്റിൻ്റെ 2 സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു സെറ്റ് സെപ്പറേറ്റ് ചെയ്യാം. അത് ചെയ്തതിന് ശേഷമാണ് ബാക്കി നമുക്ക് ഇതിനോട് ചെയ്യാനുള്ളത്. ഈ സെൻറ്ററിൽ വരുന്ന ഈ ഒരു പോർഷനാണ് നമ്മളെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചിൻ്റെ മൊഡ്യൂൾ. അപ്പോൾ അതാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. ഈ ഒരു സ്വിച്ചിൻ്റെ മൊഡ്യൂളിൻ്റെ ഉള്ളിൽ ഈ ഒരു സെൻറ്റർ പോർഷനിൽ വാട്ടർ ഡാമേജ് കൊണ്ട് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് നമുക്കിത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തത്. അതായത് ഇതിനുള്ളിൽ ക്ലാവ് പിടിച്ചിട്ടാണ് നമുക്കത് കറക്റ്റായിട്ടുള്ള കോണ്ടാക്റ്റ് കിട്ടാത്തത്. അപ്പോൾ നമ്മൾ WD-40 എടുത്തിട്ട് ഈ ഒരു ഐറ്റം റിമൂവ് ചെയ്യുക. പുറമേ നിന്ന് സ്വിച്ചിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കൊടുത്തതിനെ കൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു ക്ലീനിങ് നടക്കണമെന്നില്ല. അപ്പോൾ WD-40 നമ്മൾ ഇതിനുള്ളിലേക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെറിയ ടൈം കൊടുക്കുക അത് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം വേണം നമുക്കത് പിന്നെ കണക്ട് ചെയ്ത് കൊടുക്കാൻ. ഒരു 3-4 പ്രാവശ്യം നമ്മളത് WD-40 അടിച്ചു കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ആക്കുമ്പോഴത്തേക്ക് സംഭവം വർക്കിംഗ് ആയിട്ട്. നോർമലി നമ്മൾ സർവീസ് സെൻറ്ററിലാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയാം. എന്തായാലും 100-600 രൂപയൊക്കെ കോസ്റ്റ് വരുന്ന സംഭവമാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ.